ഹായ് നമസ്കാരം. വലതുവശത്തെ കള്ളൻ, ഡയറക്ടർ ജിത്തു ജോസഫ്. ദൃശ്യം 3ക്ക് മുന്നേ തിയേറ്ററിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ വലതുവശത്തെ കള്ളൻ എന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് കള്ളനും പോലീസും ആയിട്ടുള്ളൊരു സംഭവമൊക്കെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതൊരു ക്രൈം ത്രില്ലർ ഡ്രാമ സിനിമയാണ്. നമ്മുടെ നായകനായിട്ടെത്തുന്നത് ബിജു മേനോനാണ്. പുള്ളി ഒരു പോലീസുകാരൻ്റെ വേഷത്തിലെത്തുന്നു. അതുപോലെ നമ്മുടെ ജോജു ജോർജ് വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ കാണാം എന്ന പ്രതീക്ഷയിലായിരുന്നു തിയേറ്ററിലെത്തിയത്. പോരാത്തിന് ജിത്തു ജോസഫ് ആണല്ലോ ഡയറക്ടർ. പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയും ഭയങ്കരം തന്നെയായിരുന്നു. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഷാജി നടേശനാണ്. ഇതിൻ്റെ റൈറ്റർ, സ്ക്രീൻ പ്ലേ ടിനു തോമസ് ഏല. ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് സുരേഷ് കുറുപ്പ്. എനിക്ക് തോന്നുന്നു ജിത്തു ജോസഫിൻ്റെ മിക്ക പടങ്ങളും സിനിമോട്ടോഗ്രാഫി ചെയ്യുന്നത് പുള്ളി തന്നെയാണ്. നൈസാണ് കേട്ടോ, സിനിമോട്ടോഗ്രാഫിയൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ക്രൈം ത്രില്ലർ ഡ്രാമ ചിത്രമാണ്. അപ്പോൾ നമ്മുടെ സിനിമ തുടങ്ങുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. നമ്മുടെ അമ്മയും മകളും നമ്മുടെ ബിജു മേനോൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആ ഒരു ഷോട്ടിൽ നിന്നാണ് ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പോസിറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പോസിറ്റീവ് പറയേണ്ടത് ആ ഒരു സീൻ തന്നെയാണ് കേട്ടോ. ആ പെൺകുട്ടിയുടെ പെർഫോമൻസ് കിട്ടില്ല പെർഫോമൻസാണ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. അതിനുശേഷം പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു സീനും ഉണ്ട്. ഞാൻ എന്തായാലും സിനിമയുടെ കഥയിലേക്കൊന്നും ഞാൻ വരുന്നില്ല. കുറേ നാൾക്ക് ശേഷമാണ് ബിജു മേനോൻ വീണ്ടും ഒരു പോലീസുകാരൻ്റെ വേഷത്തിലെത്തുന്നത്. പോരാത്തതിന് നമ്മുടെ ജോജുവുമായിട്ടൊരു കോമ്പിനേഷൻ സീനൊക്കെ ഇതിനകത്തുണ്ട്. പെർഫോമൻസ് വൈസ് എല്ലാവരും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എടുത്തു പറയേണ്ടത് ലെനയുടെ പെർഫോമൻസും കിടിലനായിട്ടുണ്ട്. പിന്നെ വൈഷ്ണവി രാജ് ഇതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇർഷാദ് അലിയുണ്ട്. അതുപോലെ തന്നെ ശ്യാമപ്രസാദ് ഒരു ഡോക്ടറിൻ്റെ വേഷത്തിലാണ് എത്തുന്നത്. ഗോകുൽ എന്ന് പറയുന്ന യുവ നടൻ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് ആന്റണി എന്ന് പറയുന്ന ബിജു മേനോൻ്റെ മകനായിട്ടാണ് എത്തുന്നത്. ഈ ഒരു സിനിമയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ബാഡ് ഫാദേഴ്സ് ഉണ്ടല്ലോ, അതായത് അച്ഛനാൽ മക്കൾ മോശമായി പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സാധനമാണ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. പക്ഷെ അത് എവിടേക്കോ പാളിപ്പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട മ്യൂസിക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുവന്ന ആ ഒരു ഇൻ്റർവെൽ കൊണ്ടുവന്ന് നിർത്തുന്ന ആ ഒരു സാധനം, അത് നമുക്ക് സെക്കൻഡ് ഹാഫ് കാണാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി തരുന്ന രീതിയിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ സിനിമ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ നമ്മളിങ്ങനെ ത്രില്ല്, പക്ഷേ എല്ലാം നമുക്ക് പ്രഡിക്റ്റബിൾ ആണിത്. ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ വരും എന്നൊക്കെ ഉള്ളത് നമുക്ക് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. പെർഫോമൻസ് ബേസ് എല്ലാവരും നന്നായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജോജുവിൻ്റെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ പുള്ളിയുടെ ആ ഒരു ഗ്രാഫ് അനുസരിച്ചിട്ട് ഇതിനകത്തൊരു പെർഫോം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയേണ്ടത്. പിന്നെ നമ്മുടെ ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷനും ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു ദൃശ്യത്തിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ദൃശ്യം 3ക്ക് മുന്നേ ഉള്ളൊരു ടെസ്റ്റ് ഡോസായിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പേഴ്സണലി തോന്നിയത്. നമ്മൾ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു എന്താ പറയുക, ഒരു സിനിമ കണ്ടിട്ടൊരു തൃപ്തിയില്ലായ്മ നമുക്ക് തോന്നത്തില്ലേ, ആ ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കുറേ പോലീസ് കഥാപാത്രങ്ങൾ കാണിക്കുന്നുണ്ട്. അവരൊക്കെ എന്തൊക്കെയാണോ അതിനകത്ത് കാണിച്ചു കൂട്ടിയത് എനിക്കൊരു പിടുത്തമില്ല. കാരണം ഈ സുപ്പീരിയർ ഓഫീസർ നിൽക്കുമ്പോഴത്തേക്ക് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് മറ്റുള്ളവരിതൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു സംഭവമുണ്ട്. നീ അങ്ങോട്ട് ചെയ്ത് നീ ഇങ്ങോട്ട് അപ്പോൾ യെസ് സാർ എന്നൊക്കെ പറയുന്ന ചില സംഭവങ്ങൾ, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു അരോചകമായിട്ടാണ് തോന്നിയത്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് സിനിമ ആ ഒരു അനുഭവമേ ഉള്ളൂ. കാരണം ജിത്തു ജോസഫിൻ്റെ ആ ഒരു ബ്രില്യൻസ് ഒന്നും ഈ സിനിമയ്ക്കകത്ത് കിട്ടിയില്ല. ജിത്തു ജോസഫിന് എന്തോ വയ്യാതെ ചെയ്ത പടമായിട്ടാണ് എനിക്ക് സത്യത്തിൽ ഇത് കണ്ടപ്പോഴത്തേക്ക് തോന്നിയത്. വലതുവശത്തെ കള്ളൻ എന്നുള്ള ആ ഒരു ടൈറ്റിൽ തന്നെ എന്തിനാണോ എന്ന് പോലും സത്യത്തിൽ ഈ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ കൺഫ്യൂഷനായി പോകും കേട്ടോ. ഈ സിനിമയ്ക്ക് ഈ പേര് തന്നെയാണോ വേണ്ടതെന്നുള്ളത്. എന്തായാലും സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പെർഫോമൻസ് ബേസ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ഒരു തൃപ്തി കിട്ടുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് അഭിപ്രായം. അപ്പം അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും